സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ പൊതുച്ചോറ് വിതരണ വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തിയ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആശുപത്രികളിൽ രോഗികൾക്ക് ആഹാരം കൊടുക്കുന്നതിൽ എതിരല്ലെന്നും കയ്യേറി സംഘടനകൾ ഭക്ഷണം കൊടുക്കുന്നതാണ് പ്രശ്നമെന്നും കെ മുരളീധരൻ വിശദീകരിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മാത്രമാണ് കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാവുകയെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറ് വിതരണം അനുവദിക്കില്ലെന്ന പ്രസ്താവന വിവാദമായതോടെയാണ് മന്ത്രിയുടെ മലക്കം മറിച്ചിൽ. കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇന്നും രൂക്ഷ വിമർശനമാണ് CPIM ഡിവൈഎഫ്ഐ നേതാക്കൾ ഉയർത്തിയത്. അന്നം മുട്ടികൾ കടക്ക് പുറത്ത് എന്ന ബാനറുമായാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ ഇന്ന് പൊതുച്ചോറ് വിതരണം ചെയ്തത്. ആശുപത്രികളിലെ ഭക്ഷണ വിതരണത്തെ പിന്തുണച്ച് പാണക്കാട് മൊയ്ൻ അലി തങ്ങളും രംഗത്തെത്തി. ആശുപത്രികളിൽ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്ന ഭക്ഷണ വിതരണം തടയാൻ ആസൂത്രിത നീക്കമോ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധമാണോ വിഷയത്തിൽ യു-ടേൺ അടിക്കാൻ കെ മുരളീധരനെ പ്രേരിപ്പിച്ചത്? കാണാം ആദീസ. വലിയ വിവാദമായതോടെയാണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണം തടയുമെന്ന നിലപാട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മയപ്പെടുത്തിയത്. ഭക്ഷണ വിതരണമല്ല, ആശുപത്രികളിൽ സ്ഥലം കയ്യേറുന്നതാണ് പ്രശ്നം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയും സേവാഭാരതിയും ചേർന്ന സ്ഥലം കയ്യേറിയെന്നും കെ മുരളീധരൻ ആരോപിച്ചു. ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതിന് അന്നം മുടക്കിയെന്ന് വിളിച്ച് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. ആശുപത്രികളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ അനുവദിക്കാനാകില്ല. സംഘടനകളുടെ സ്വകാര്യ താൽപര്യങ്ങളാണ് പൊതിച്ചോറ് വിഷയവുമായി ബന്ധപ്പെട്ട ഇത്ര വലിയ പ്രതിഷേധമുണ്ടാകാൻ കാരണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഇതിനിടെ കെ മുരളീധരനെതിരെ വിമർശനവുമായി ഡിവൈഎഫ്ഐ വീണ്ടും രംഗത്തെത്തി. ആശുപത്രികൾ ആരോഗ്യമന്ത്രിയുടെ കുടുംബസ്വത്തല്ലെന്നും ഡിവൈഎഫ്ഐക്ക് പൊതിച്ചോർ വിതരണം ചെയ്യാൻ മന്ത്രിയുടെ സഹായം വേണ്ടെന്നും മുൻ മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു. ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭക്ഷണ വിതരണത്തെ മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ മുഈൻ അലി ശിഹാബ് തങ്ങളും പിന്തുണച്ചു. സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണ സേവനം ദുർബലപ്പെടുത്തുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യരുത്, പകരം അവയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്നും മുഈൻ അലി തങ്ങൾ വ്യക്തമാക്കി. RDX റാപ്പ് ന്യൂസ് മലയാളം. ആശുപത്രികളിലെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ഇന്നലെ പറഞ്ഞ കെ മുരളീധരൻ ഇന്ന് നിലപാട് മയപ്പെടുത്തുകയായിരുന്നു. ആ രണ്ട് പ്രതികരണം നമുക്ക് വേഗം കേട്ടുവരാം. ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാണ്, ഡിവൈഎഫ്ഐക്ക് അല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ, മറ്റ് സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ചില സന്നദ്ധ സംഘടനകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതനുസരിച്ച് തീരുമാനമെടുക്കും. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടീനെയും. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അന്നം മുടക്കിയതല്ല, ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതാണ്. അല്ലാതെ അതും ഭക്ഷണമായിട്ടൊരു ബന്ധവുമില്ല. ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷേ സ്ഥലം കയ്യേറി വലിയ ബാനർ വെച്ച് ഇവിടെ ഞങ്ങളല്ലാതെ മറ്റാരും ഒന്നും ചെയ്യണ്ട എന്നാണെങ്കിൽ അത് നടക്കില്ല. അതാണ് ആലപ്പുഴയിൽ ഇങ്ങനെ തീരുമാനമെടുത്തത്. കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷഭാഷയിലായിരുന്നു CPIM ഡിവൈഎഫ്ഐ നേതാക്കളൊക്കെ പ്രതികരിച്ചത്. അതുകൂടി ചിലത് കേട്ടുവരാം. നിങ്ങൾ ആ പ്രസ്താവനയിൽ നിന്ന് പിൻവാങ്ങി എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പിൻവാങ്ങിയാൽ മാത്രം പോരാ, നിങ്ങളത് ഖേദം പ്രകടിപ്പിക്കുകയും നിങ്ങളുടെ പ്രസ്താവന പിൻവലിക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും വേണം. ഞങ്ങളുടെ ആശുപത്രിയിൽ കയറി ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറ്റൂലെന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് എവിടെ നിന്നുള്ള അവകാശം കിട്ടി? അത് പറയാൻ മന്ത്രിക്ക് അവകാശമുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കുടുംബസ്വത്താണ് മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി. വിശക്കുന്ന മനുഷ്യനേയുള്ളൂ ശ്രീ കെ മുരളീധരനോട് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അദ്ദേഹത്തെ ഉറക്കം കെടുത്തുന്ന കാര്യം ഡിവൈഎഫ്ഐയുടെ കൊടിയാണ്. ആശുപത്രി കോമ്പൗണ്ടിൽ കൊടിവെച്ച് കെട്ടിയിട്ട് പൊതിച്ചോറ് കൊടുക്കാൻ പാടില്ല. രക്തം കൊടുക്കേണ്ടതിന് സാറ് പറയോ? ഡിവൈഎഫ്ഐയുടെ ബാനറിന് കീഴിൽ കൊടുക്കുന്നതല്ല അദ്ദേഹം കാണേണ്ടത്. ഞങ്ങൾ നടത്തുന്ന ഈ ത്യാഗനിർഭരമായ ഈ പ്രവർത്തനത്തിൻ്റെ ശരിമയാണ് അദ്ദേഹം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിൽ നിന്നും ഈ നടപടിയിൽ നിന്നും പിന്തിരിയണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കേരളത്തിലെ ജനം തിരുത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സനീഷ്, ഇതിപ്പോൾ സത്യത്തിൽ ഈ സേവാഭാരതിയുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എന്തോ ചെറിയൊരു തർക്കമുണ്ടായി ഈ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. പക്ഷേ നേരിട്ട് കെ മുരളീധരനെ ആക്രമിച്ചത് ഡിവൈഎഫ്ഐയുടെ പേരെടുത്ത് പറഞ്ഞു തന്നെയായിരുന്നു. ഭക്ഷണ വിതരണം എന്നതിലേക്ക് നേരിട്ട് വന്നു, പൊതുച്ചോറ് വിതരണത്തിലേക്ക്. ഈ സേവാഭാരതിയിലേക്ക് അദ്ദേഹം ഒന്ന് എത്താൻ ഈ പഞ്ചായത്തിന് 3 ചുറ്റും ഓടേണ്ടി വന്നു. അതിനുശേഷമാണ് പതുക്കെ സേവാഭാരതിയിലേക്ക് അദ്ദേഹം എത്തിയത്. യഥാർത്ഥ വിഷയത്തിലേക്ക് വരാതെ അതിന് പകരം ഈ പൊതിച്ചോറ് വിതരണം എന്നതിനെ ടാർഗറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാന കാരണം
ഇത് യൂത്ത് കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്താ സനീഷ്? അത്രയല്ലേ ഉള്ളൂ. അതിനെന്താ, വളരെ സിമ്പിളല്ലേ അത്. അതായത് യൂത്ത് കോൺഗ്രസിന് ഇത് ഇത്രയും കാലം, കോവിഡ് ഉണ്ടായിട്ട് എത്ര കാലമായി, അവർക്ക് ഇതുവരെ പറ്റിയിട്ടേ ഇല്ല. അതിൻ്റെ അന്നേരത്തെ പ്രസിഡന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തൊക്കെ മഹത്തായ ജോലികളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ കൊണ്ട് പറ്റിയില്ല, അതുകൊണ്ട് ചെയ്യുന്ന ആളുകൾ ഈ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ജി സുധാകരൻ്റെ പേരായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അധികം പോകുന്നില്ല. ജി സുധാകരൻ്റെ പേര് കുറച്ച് ചീത്തയായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ അടിയൻ ലച്ചിപ്പോവും എന്ന് പറഞ്ഞിട്ട് ജി സുധാകരൻ്റെ പേര് മെച്ചപ്പെടുത്താനായിട്ട് കെ മുരളീധരൻ വന്നതാണെന്നാണ് ഞാൻ ഇത് കേട്ടപ്പോൾ അതിനെ വിചാരിച്ചത്. എന്ന് മാത്രമല്ല, ഈ സംസ്ഥാന സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും മോശം മന്ത്രി എന്ന പേര് ഞാനിങ്ങ് എടുത്തേക്കാം, അത് മറ്റാർക്കും കൊടുക്കരുതെന്ന് കെ മുരളീധരൻ വിചാരിക്കുന്നതിൻ്റെ പ്രത്യക്ഷ ഫലമായിട്ടാണ് ഭക്ഷണത്തിനെതിരെ, അതായത് ഭൂമി കയ്യേറിയാണത്രേ. ഇവിടെ ഭൂമി കയ്യേറ്റെന്ന് വെച്ചാൽ ഭൂമി കയ്യേറ്റക്കാർക്ക് നേരെ പോയിട്ട് പൊതിച്ചോറ് കൊടുക്കുകയാണല്ലോ എല്ലാവർക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന കുതിക്കറിവ്, അവനവന് ചെയ്യാൻ പറ്റാത്ത കാര്യം, അതിനെ നിങ്ങൾക്ക് ഈ ഡിവൈഎഫ്ഐക്കാർ ചെയ്യുന്ന കാര്യത്തെ ചെറുതാക്കണമെങ്കിൽ നിങ്ങൾ അതേപോലെ പണിയെടുത്താൽ പോരെ, അധ്വാനിച്ചാൽ പോരെ. ഡിവൈഎഫ്ഐക്കാർ ഇപ്പോൾ അവരുടെ ആളുകളെല്ലാം പറയുക ഡിവൈഎഫ്ഐക്കാർ സ്വന്തമായിട്ട് ഭക്ഷണം വെച്ചിട്ടല്ല പല സ്ഥലത്തും കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ചെയ്താൽ പോരെ, അത് ചെയ്തും കൊടുത്താൽ പോരെ. ഇവർ ഇത്രയും ദിവസം ഇത്രയും ആളുകൾക്ക് എത്രയോ മനുഷ്യരാണ്. ഈ മനുഷ്യരെല്ലാം വന്ന് ഡിവൈഎഫ്ഐക്കാർ ചോറ് കൊടുത്തുകൊണ്ട് അവർക്കാണോ വോട്ട് ചെയ്ത്? ഉറപ്പല്ലേ അവർക്കല്ല എന്ന്. അതുകൊണ്ടല്ലേ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായത്. പക്ഷേ എന്നിട്ടും അവർ ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം പിറ്റേന്നും കൊടുത്തു. അതിന് നിങ്ങൾ എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ്, അതുകൊണ്ട് അവരെ അഭിനന്ദിക്കൊന്നും വേണ്ട. പക്ഷേ എന്ന് വെച്ചിട്ട് അതങ്ങ് മുട്ടിച്ച് കളയാമെന്ന് വെച്ചാൽ അവർക്കാണോ ബുദ്ധിമുട്ട്? പിന്നെ ഇവരുടെ കൊടി വെക്കാൻ പാടില്ല. യൂണിസെഫ് അവരുടെ പരിപാടികൾ നടത്തുമ്പോൾ യൂണിസെഫ് എന്ന് എഴുതി വെക്കും. മിഷണറീസ് ഓഫ് ചാരിറ്റി, മദർ തെരേസയുടേത്, അവരാണല്ലോ ചാരിറ്റി ലോകത്തൊരു പ്രധാനപ്പെട്ട ആൾ. മിഷണറീസ് ഓഫ് ചാരിറ്റി അവരുടെ പേര്, അവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ടാവും. യൂണിസെഫിന് അവരുടെ സംഗതികളുണ്ടാവും. അപ്പോൾ ഈ ലോകത്തെല്ലാവരും ഇത് ചെയ്യുമ്പോൾ ഞങ്ങളാണിത് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പിന്നെ ആകെപ്പാടെ മുരളീധരൻ വിജയിച്ച ഒരു കാര്യം, ഒറ്റ കാര്യം, അതായത് മുരളീധരൻ 3 തവണയോ 2 തവണയോ 3 തവണയോ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അതിപ്പോൾ ഡിവൈഎഫ്ഐ ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും സേവാഭാരതി ആണെങ്കിലും എന്നെല്ലാവരെയും ചേർത്തങ്ങ് പറഞ്ഞു. സത്യത്തിൽ ആരാ ചെയ്യുന്നത്? ഡിവൈഎഫ്ഐ മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ വസ്തുത പറയുകയാണെങ്കിൽ ഡിവൈഎഫ്ഐ മാത്രമാണ് ചെയ്യുന്നത്. സേവാഭാരതി ശരിയാണ്, ചിലയിടങ്ങളിൽ കുറച്ച് സ്ഥലങ്ങൾക്ക് അവർക്ക് ശക്തിയുള്ള സ്ഥലത്തൊക്കെ അവർ ചെയ്യുന്നുണ്ട്, അവർക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ. പിന്നെ CS സെൻറ്റർ ലീഗിനെ കുറിച്ച് പറഞ്ഞാൽ, പക്ഷേ ഡിവൈഎഫ്ഐയുടെ മാസീവായിട്ടുള്ള അളവിൽ ഇവരാരും ഇത്രയും കാലമായിട്ട് ചെയ്തില്ല. വസ്തുതയാണ്. യൂത്ത് കോൺഗ്രസ് ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ വിഷമമായിരിക്കും, ചിലപ്പോൾ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അത് വളരെ മിനിമമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് കൊടുത്ത ഒരേ ഒരു കാര്യം, സന്തോഷം, ഡിവൈഎഫ്ഐക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും സേവാഭാരതിക്കാരും ഒന്നും ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഒരേ ലെവലിലായി. അദ്ദേഹം വിചാരിച്ചു, അദ്ദേഹം വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണല്ലോ, അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു ഞാൻ ഇവരെ എല്ലാവരും കൂടെ ചേർത്ത് വെച്ചാൽ എല്ലാത്തിനെയും ഒരുപോലെ ഐക്യം അങ്ങ് ചിത്രീകരിക്കാം. ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും സേവാഭാരതിയും എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് ചിത്രീകരിക്കപ്പെട്ടോളും. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയായുള്ള, ഞങ്ങളുടെ സംഘടനയായുള്ള യൂത്ത് കോൺഗ്രസും ഈ കാര്യത്തിൽ പിക്ചറിലേക്ക് വരും എന്നൊരു രാഷ്ട്രീയ കുശാഗ്ര ബുദ്ധി അദ്ദേഹം പ്രകടിപ്പിച്ചായിരിക്കാനാണ് സാധ്യത. പക്ഷേ നാട്ടുകാർക്കറിയാം ഇത് ഡിവൈഎഫ്ഐക്കാരാണ് തരുന്നത്. അവർ തരുന്നത് പലയിടങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിട്ട് തന്നെയാണ് തരുന്നത്. അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന CPMകാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല, BJPക്കാരുടെ വീടുകളിൽ നിന്ന്, കോൺഗ്രസ്സുകാരുടെ വീടുകളിൽ നിന്ന്, ലീഗുകാരുടെ വീടുകളിൽ നിന്ന്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും എല്ലാ മതജാതി ഇതായുള്ള സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണം അവർക്ക് കൊടുക്കുന്നുണ്ടാവണം. അവരത് കളക്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ, പക്ഷേ അങ്ങനെ കളക്ട് ചെയ്ത് വരുന്ന ഒരു ചില ആളുകൾ എഴുതി കണ്ടു ഡെലിവറി ബോയ്സ് ചെയ്യുന്ന പണിയാണെന്ന്. ഡെലിവറി ബോയ്സ് ചെയ്യുന്ന പണിയല്ല, അതിന് പിന്നിലുള്ള സ്വിഗ്ഗിയും സൊമാറ്റോയും പോലുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന അത്രക്ക് മൂല്യമുള്ള പണിയാണ് ഇവർ ചെയ്യുന്നത്. ഡെലിവറി ബോയ്സിൻ്റെ പരിപാടിയല്ല. ഈ നെറ്റ്വർക്ക് സംവിധാനം ഉണ്ടാക്കുകയും ഇതൊരു ദിവസവും മുടങ്ങാതെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകളുടെ വിശപ്പ് മാറ്റുകയും ചെയ്യുന്നത് വലിയ മൂല്യവത്തായിട്ടില്ല. പണത്തിൻ്റെ കണക്കിലെടുത്താൽ സൊമാറ്റോയുടെയും സ്വിഗ്ഗിയുടെയും വാർഷിക തുക എത്രയാണോ അവർ ലാഭം എന്ന് കണ്ടാൽ ആ തുകയ്ക്ക് കണക്കായിട്ടുള്ള അമൂല്യമായിട്ടുള്ള വർക്കാണ് ഇവർ ചെയ്യുന്നത്. ഇത് പറയുന്നത് എന്തിനാണ് മടി കാണിക്കുന്നത്? ഇത് പറയുന്നത് ഒരു മടിയും കാണിക്കേണ്ടതില്ല. കാരണം അത് അത്രമാത്രം വലിയ കാര്യമാണ് അവർ ചെയ്യുന്നത്. അത് തുടരണം. ഇവരെപ്പോഴും നിർത്തണം. എപ്പോഴാണെന്നറിയോ നിർത്തേണ്ടത്? ആളുകൾക്ക് ഭക്ഷണം വേണ്ട മക്കളെ എന്ന് അവർ പറയുമ്പോൾ, ഞങ്ങൾക്കിവിടെ ഭക്ഷണമുണ്ട്, കമ്മ്യൂണിറ്റി കിച്ചണൊന്നും സർക്കാരും തരുന്നുണ്ട് ഫ്രീ ആയിട്ട് എന്ന് പറയുമ്പോൾ ഇവർ നിർത്തിക്കോട്ടെ. ഭക്ഷണം ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കണ്ട, വെറുതെ കളയാൻ വേണ്ടി കൊടുക്കണ്ട. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ കോൺഗ്രസ് പക്ഷപാതിയായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകൻ കണ്ടെത്തി, അതായത് ഇത് പൊതിച്ചോറ് ശേഖരിച്ചാണ് കൊടുക്കുന്നത് എന്നുള്ളത്. കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അദ്ദേഹം അറിഞ്ഞത് മിനിങ്ങാന്നെങ്ങാണ്ടായിരുന്നു. അത് അദ്ദേഹം മുരളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാടി ഇറങ്ങിയതാണ്. എന്തായാലും പട്ടി പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല എന്ന് നമ്മൾ നാടൻ ഭാഷയെ പറയും. ആ മട്ടിലൊരു നിലപാട് സ്വീകരിക്കാതിരിക്കുക. 2017 മെയ് 16 ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സർക്കാർ ആശുപത്രികളിൽ പൊതിച്ചോറ് നൽകുന്ന പരിപാടി ആരംഭിക്കുന്നത്. പദ്ധതി തുടങ്ങി ഇന്നുവരെ ഒരു ദിവസം മുടങ്ങാതെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആശുപത്രികളിൽ ഭക്ഷണം എത്തിക്കുന്നത്. അതുപോലെ തന്നെ സേവാഭാരതിയും CH സെൻറ്ററും പെന്തക്കോസ്ത് സഭയും ഒക്കെ ആശുപത്രികളിൽ സൗജന്യമായി ഭക്ഷണം നൽകുന്നുണ്ട്. എന്നാൽ ഒരു കാരണവശാലും സൗജന്യ ഭക്ഷണ വിതരണം ആശുപത്രികളിൽ അനുവദിക്കില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വൻ ജനരോഷമാണ് ഉണ്ടായത്. വിമർശനം കനത്തതോടെ നിലപാട് അല്പം മയപ്പെടുത്തിയെങ്കിലും ഭക്ഷണ വിതരണത്തിലെ എതിർപ്പ് കെ മുരളീധരൻ
പരോക്ഷമായാണെങ്കിലും തുടരുന്നുണ്ട്. ആശുപത്രിയിലെ സ്ഥലം കയ്യേറുന്നതാണ് പ്രശ്നമെങ്കിൽ പകരം സ്ഥലം അനുവദിക്കുകയോ അല്ലെങ്കിൽ കയ്യേറ്റക്കാർക്കെതിരെ മറ്റെന്തെങ്കിലും നടപടിയെടുക്കുകയോ ഒക്കെ ചെയ്യുകയാണ് കെ മുരളീധരൻ വേണ്ടത്. കോട്ടയം ജില്ലാ ആശുപത്രിയിൽ കെ കരുണാകരൻ്റെ പേരിലുള്ള ഭക്ഷണ വിതരണം ഇന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ സമയത്തൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. കെ കരുണാകരൻ്റെ ഫോട്ടോയും വെച്ച് നടത്തുന്ന ഭക്ഷണ വിതരണവും രാഷ്ട്രീയ പ്രവർത്തനമായി കണ്ട് അവസാനിപ്പിക്കുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടതാണ്. സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നൽകുന്ന സൗജന്യ ഭക്ഷണ വിതരണം അവസാനിപ്പിക്കുന്നതിന് പകരം ഇത്തരം പ്രയത്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് മന്ത്രി എന്ന നിലയിൽ കെ മുരളീധരൻ സ്വീകരിക്കേണ്ടത്.